നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അമിത്ഷാ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയത് കേവലം മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രമല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. RSSനെ രംഗത്തിറക്കുക എന്നുള്ള ദൗത്യവും അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്നു. RSSനെ രംഗത്തിറക്കിക്കൊണ്ട് 2026 തെരഞ്ഞെടുപ്പ് ചടുലമാക്കി തീർക്കാനുള്ള പുതിയ പദ്ധതികളുമായിട്ടാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയത്. സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭ അംഗമാക്കിയത് തന്നെ RSSനെ പ്രീതിപ്പെടുത്താനും RSS അണികളെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയുമാണ്. RSS അണികൾ ഇറങ്ങിയില്ലെങ്കിൽ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% കേരളത്തിലെ BJPയുടെ വോട്ട് വിഹിതം. ഇനി അത് 25% 7 സീറ്റെങ്കിലും 7 മുതൽ 10 വരെ സീറ്റാണ് BJP നേതൃത്വം, കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതിൽ 7 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയണമെങ്കിൽ 25% വോട്ട് BJP തനിച്ച് പിടിക്കണം. BDJSന്റെ സഹായത്തോടെ പിടിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ 7 സീറ്റ് BJPക്ക് ലഭിക്കാം. അതിന് എന്ത് ചെയ്യണം? RSS അണികളെ പൂർണ്ണമായും നിരത്തിലിറക്കണം, ഗ്രൗണ്ടിലിറക്കണം, ഫീൽഡിലിറക്കണം. അതിനുള്ള തന്ത്രവുമായിട്ടാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം എത്തിയത്. വെറുതെ മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് പോകാനായിരുന്നില്ല അമിത്ഷാ വന്നത്. RSS നേതൃത്വമായി അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലെ BJPയിൽ രാജീവ് ചന്ദ്രശേഖറെ പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് താഴെയുള്ള എല്ലാ മൂവ്മെൻറ്റുകളും RSS നേതൃത്വം ഏറ്റെടുക്കണമെന്നായിരുന്നു RSSന് നിർദ്ദേശമുണ്ടായത്. അത് രാജീവ് ചന്ദ്രശേഖർ കണ്ണടച്ച് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് പുതിയ ചില നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് വിട്ടത് കേരളത്തിലെ RSS അണികളെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയായിരുന്നു. കാരണം കേരളത്തിലെ RSS അണികൾക്ക് കാര്യമായി ഉള്ളത് CPM വിരോധമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കോൺഗ്രസ് വിരോധം പറഞ്ഞാലൊന്നും കേരളത്തിലെ RSS അണികളെ ഇളക്കാൻ കഴിയുകയില്ല. അപ്പോൾ CPM വിരോധം പറഞ്ഞ് RSS അണികളെ ഇറക്കി, റോഡിലിറക്കി, ഫീൽഡിലിറക്കി തെരഞ്ഞെടുപ്പ് നേട്ടം കൊയ്യാനുള്ള ഒരു പരിപാടിയാണ് BJP ആസൂത്രണം ചെയ്യുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് മുതൽ RSS ആയിരിക്കും കേരളത്തിലെ BJPയെ പിന്നിൽ നിന്ന് നയിക്കുക. എല്ലാ അർത്ഥത്തിലും RSS അണികൾ തന്നെ, RSSന്റെ ഏറ്റവും മുകളിലുള്ള നേതാക്കൾ മുതൽ താഴെയുള്ള നേതാക്കൾ വരെ അവരായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ അവലോകനങ്ങളും പദ്ധതികളും ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുന്നത്. BJP സംസ്ഥാന നേതൃത്വത്തിന് അതിന് പിന്തുണ കൊടുക്കേണ്ട ജോലി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം BJP എന്ന് പറയാൻ കേരളത്തിൽ അങ്ങനെ ആരുമില്ല. കുറച്ച് നേതാക്കളല്ലാതെ, അല്ലെങ്കിൽ പുതുതായി വന്നു ചേർന്ന ശ്രീലേഖ IPSനെ പോലെയോ ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകളാണ് BJP എന്ന് പറയാനുള്ളൂ. ബാക്കി എല്ലാവരും RSSകാർ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖറും അതുപോലെ RSSകാരനല്ല, BJPക്കാരനാണ്. എന്നാൽ ആ BJPയുടെ ചാലകശക്തി എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാം നിരയിലുള്ള RSS കേഡറുകളാണ്. ഏറെക്കുറെ ജില്ലാ പ്രസിഡന്റുമാരെല്ലാവരും തന്നെ RSSുമായി ബന്ധപ്പെട്ടവരാണ്. ഒരു കാലത്ത് RSSന്റെ നേതൃത്വം വഹിച്ചവരാണ്. അവരെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ RSS നിയോഗിക്കുന്ന സംഘത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അമിത്ഷായ്ക്ക് അറിയാം. കാരണം ഗുജറാത്തിലൊക്കെ അദ്ദേഹം അത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ RSSലെ നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് പൂർണ്ണമായും 2026 BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ RSSനെ ഏൽപ്പിക്കുകയാണ്. RSSന് ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് BJPയുടെ എല്ലാ തന്ത്രങ്ങളെയും അല്ലെങ്കിൽ എല്ലാ മെക്കാനിസത്തെയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് ചക്രം നിയന്ത്രിക്കുന്നത്, അത് ചലിപ്പിക്കുന്നത് പൂർണ്ണമായും RSS ആയിരിക്കും. ജനങ്ങളുടെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും മാത്രമേ BJP മുഖങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പിന്നിൽ നിന്ന് ആരും അറിയാത്ത RSS നേതാക്കളായിരിക്കും BJPയുടെ 2026 തെരഞ്ഞെടുപ്പ് ചക്രം ചലിപ്പിക്കുക എന്നുള്ള കാര്യം അമിത്ഷാ കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും RSS ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ BJPയിൽ പിടിമുറുക്കിയിരിക്കുകയാണ്.